അഴകേശന്റെ വീടല്ലേ? അതെ. എന്തേ? ഒരു പേഴ്സ് കളഞ്ഞു വരുന്നു. അതിവിടെ കിട്ടിയെന്നറിഞ്ഞ് വാങ്ങാൻ വന്നതാ. എന്താടാ ആകെ പെട്ടടി. പേഴ്സ് മേടിക്കാൻ വേണ്ടിട്ടേ അസ്ത്രീ പുറത്ത് വന്നിക്കണു. സുമക്കുട്ടിയല്ലേടി, അതൊരു തള്ളയാടി. അതെങ്ങനെ ഫോട്ടോ കണ്ട ചേച്ചിയല്ലേ വന്നേക്കണത്? അതാ തള്ളയുടെ ചെറുപ്പത്തിലത്തെ ഏതോ ഫോട്ടോ തോന്നുന്നുണ്ട്. ചേച്ചിയൊക്കെ വയസ്സ് തോന്നിക്ക് ഒരു പടി കളവേ വന്നേക്കണത്. അവന്റെ സ്വഭാവം ഇതാണ്. ഫോണിൽ കൂടെ എന്തെങ്കിലും സംസാരം കേട്ട ഉടനെ അവനങ്ങ് തീരുമാനിക്കും കൊച്ചു പെണ്ണാണെന്ന്. ദേഷ്യപ്പെടല്ലേ? 40 വയസ്സായുള്ളൂ എന്ന് പറഞ്ഞു കിളി പോലത്തെ ശബ്ദം കേട്ടപ്പോ ഞാൻ അറിയാണ്ട് വീട് പോയതല്ലേ. ഞാൻ എന്ത് വേണോന്നാ പറയുന്നത്? പറഞ്ഞിട്ട് അതിന് ഒഴിവാക്കി കാണണ്ടായിട്ട്. ഇവിടെ നിന്നോ, ഞങ്ങളൊന്ന് പോയി നോക്കിട്ട് വരാം. കഷ്ടമാണ് ഇതൊക്കെ. പറഞ്ഞു വിട്ടോ, പറഞ്ഞു വിടും. കേൾക്കും. അഴകേശൻ എന്ന് പറഞ്ഞ ആൾക്ക് ഒരു പേഴ്സ് കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. എടി ആ പേഴ്സ് എടുത്തോണ്ടോ. അഴകേശൻ എന്റെ അങ്ങോട്ട് കൊടുത്തുതരാം. എന്നാണ്ടേ നോക്കിക്കോ. അഴകേശൻ ഇവിടെ ഇല്ലേ? അല്ല, അഴകേശൻ അവന്റെ ഭാര്യയും മക്കളുമായിട്ട് പുറത്തോട്ട് പോയിരിക്കല്ലോ. ഭാര്യയും കല്യാണം കഴിച്ചിട്ടില്ലെന്നാണല്ലോ. പിന്നെ കല്യാണം കഴിച്ചിട്ട് മക്കളും ആയില്ലയോ? അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അയ്യോ, ഞാൻ പറയല്ലോ, എൻ്റെ സഹോദരനായതുകൊണ്ട് പറയുന്നതല്ല. അവന് ഫോണിൽ കൂടെ പെണ്ണുങ്ങളുടെ ശബ്ദം കേട്ടാലുണ്ട് ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവം. നിന്റെ കാര്യമാണോ? സഹോദരനാണെന്ന് പറയണ്ടേ? ഇതെന്റെ മോള് സുമയുടെ പേഴ്സായിരുന്നേ. അവളാ ഇത് വാങ്ങാൻ ഇങ്ങോട്ട് വരായിരുന്നത്. അവൾക്ക് കടയിൽ നിന്ന് ലീവ് കിട്ടിയില്ല, അതുകൊണ്ടാ ഞാൻ വന്നത്. അഴകേശനുമായിട്ട് അവള് ഫോണിൽ സംസാരിക്കേ എന്തൊക്കെ തീരുമാനിക്കുകയോ ഒക്കെ ചെയ്തിരുന്നതാ. 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരുമായിട്ട് ഇങ്ങോട്ട് വരായിരുന്നതാ. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. അഴകേശന്റെ സ്വഭാവം മനസ്സിലായല്ലോ. എന്തൊക്കെ അമ്മ പറഞ്ഞത്? you